കെ ജയകുമാറിനെ അയോഗ്യനാക്കണമെന്ന് ഹർജി വരുന്നു എന്നുള്ളതാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിയമിക്കപ്പെട്ട കെ ജയകുമാർ അയോഗ്യനാക്കണമെന്ന് പ്രഖ്യാപിക്കണമെന്നാണ് ഹർജി. കാർഷികോൽപാദന കമ്മീഷൻ ഡോക്ടർ ബി അശോകാണ് ഹർജിക്കാരൻ. തിരുവനന്തപുരം പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് കോടതി ഹർജി ഫയലിൽ സ്വീകരിച്ചു. ഹർജിയിൽ കെ ജയകുമാറിനും ദേവസ്വം സെക്രട്ടറിക്കും സർക്കാരിനും തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ നോട്ടീസ് എന്ന വാർത്ത വരുന്നു. ആർ ശ്രീത്താണ് വാർത്ത വരുന്നത്. ശ്രീത്ത്, സർക്കാരിന് ശമ്പളം പറ്റുന്ന പദവി വഹിക്കുന്ന ആൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗമോ പ്രസിഡന്റോ ആകുന്നത് അയോഗ്യത എന്ന് ചൂണ്ടിക്കാട്ടിയാണോ ഹർജി? ഹാഷ്മി, ദേവസ്വം ബോർഡിന്റെ ചട്ടം അനുസരിച്ച് ഈ സർക്കാർ ഉദ്യോഗസ്ഥനോ ഈവൻ തദ്ദേശ സ്ഥാപനങ്ങളിൽ പോലും ജോലി ചെയ്യുന്ന ഒരാൾക്ക് ദേവസ്വം ബോർഡിന്റെ തസ്തികയിൽ ഈ അധികാര പദവിയിലേക്ക് വരാൻ കഴിയില്ല. അക്കാര്യം ചൂണ്ടിക്കാണിച്ചാണ് ബി അശോക് ഇപ്പോൾ ഹർജി നൽകിയിരിക്കുന്നത്. ബി അശോക് കാർഷികോൽപാദന കമ്മീഷൻ എന്ന നിലയിലല്ല, മറിച്ച് വ്യക്തിപരമായി ാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്. ING ഡയറക്ടറായി സേവനമനുഷ്ഠിക്കുമ്പോൾ തന്നെയാണ് കെ ജയകുമാർ ഈ ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എന്ന പദവിയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റത്. ഇത് ദേവസ്വം മാനുവലിന്റെയും ചട്ടങ്ങളുടെയും ലംഘനമാണ് എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു ഗവൺമെന്റ് സർവന്റിന് ഇത്തരമൊരു ഗവൺമെന്റിൽ നിന്ന് ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥന് ഇത്തരത്തിൽ ഈ പദവിയിലേക്ക് പോകാൻ കഴിയില്ല. കാര്യത്തിൽ ആണ് കോടതിയിൽ ഹർജി നൽകിയിരിക്കുന്നത്. എന്തായാലും കോടതി ഹർജി ഫയൽ സ്വീകരിച്ചു. ഇപ്പോൾ കക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുകയാണ്. 15-ന് കോടതിയിൽ ഹാജരാകണമെന്നാണ് നിർദ്ദേശം. ശരി, ഓക്കെ, അതൊരു കുരുക്ക് ആണ്. ഇനിയിപ്പോ IMG ഡയറക്ടർ സ്ഥാനം ഒഴിയാം എന്ന് പറയുന്നതുകൊണ്ട് കാര്യമുണ്ടോ എന്നറിയില്ല. കോടതി എങ്ങനെയാണ് അതിനെ കാണുന്നതെന്ന് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.